ഈതേഴ്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കാം. ഈതേഴ്സിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലീവേജ് ഓഫ് CO ബോണ്ട്. ഈതറിലുള്ള CO ബോണ്ടിൻ്റെ ക്ലീവേജ് സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഈതേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ROR എന്ന ജനറൽ സ്ട്രക്ചറുള്ള കോമ്പൗണ്ടുകളാണ് ഈതേഴ്സ്. ഈതേഴ്സ് ഒരു ലീസ്റ്റ് റിയാക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് ഈതേഴ്സിൽ നടക്കണമെങ്കിൽ ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് ഹൈ ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള ഡ്രാസ്റ്റിക് കണ്ടീഷൻസിലാണ് ഈതേഴ്സിന് ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുള്ളൂ. മാത്രവുമല്ല, ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ പ്രസൻസ് ആവശ്യവുമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈതറുകൾ CO ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുന്ന കെമിക്കൽ റിയാക്ഷൻസ് സാധ്യമാകണമെങ്കിൽ അത് നല്ല ഡ്രാസ്റ്റിക് കണ്ടീഷൻസിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, എക്സസ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ പ്രസൻസും ആവശ്യമാണ്. ഇവിടെ ഒന്ന് നോക്കാം. ROR എന്ന ഈതർ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈതറിനെ HX എന്ന ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യാണ്. ഹൈഡ്രജൻ ഹാലൈഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഹൈഡ്രജൻ ഹാലൈഡ് ROR എന്ന ഈതറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ഇവിടെ RX ഫോം ചെയ്യുകയും അതോടൊപ്പം തന്നെ ROH എന്ന ആൽക്കഹോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള RX എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡാണ് അല്ലേ, ROH എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൽക്കഹോളുകൾ എക്സസ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുകയും 1 മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റൊരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ മറ്റൊരു മോളിക്യൂൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഡൈ ആൽക്കൈൽ ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി 2 മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാകുന്നു എന്നർത്ഥം. ഇവിടെ ഈതറിൻ്റെ CO ബോണ്ട് ക്ലീവേജ് നടക്കുന്നത് ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് എക്സസ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈതേഴ്സ് റിയാക്ട് ചെയ്യുകയും 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡ് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകുന്നത് വാട്ടർ മോളിക്യൂളാണ്. ആൽക്കൈൽ അരൈൽ ഈതേഴ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് CO ബോണ്ട് ക്ലീവേജ് സംഭവിക്കുന്നത്? ആൽക്കൈൽ അരൈൽ ഈതേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈതേഴ്സിലുള്ള RORൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള R ഗ്രൂപ്പുകൾ ഒരെണ്ണം ആൽക്കൈലും ഒരെണ്ണം അരൈൽ ഗ്രൂപ്പും ആണെങ്കിലാണ് നമ്മൾ അവയെ ആൽക്കൈൽ അരൈൽ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൽക്കൈൽ അരൈൽ ഈതേഴ്സ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് CO ബോണ്ട് ക്ലീവേജ് സംഭവിക്കുന്നു അല്ലേ. CO ബോണ്ട് ക്ലീവേജ് നടക്കുന്നത് ആൽക്കൈൽ ഓക്സിജൻ ബോണ്ടിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരൈൽ ഓക്സിജൻ ബോണ്ട് ആൽക്കൈൽ ഓക്സിജൻ ബോണ്ടിനെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റേബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ആൽക്കൈൽ അരൈൽ ഈതർ കൺസിഡർ ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഓക്സിജനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ആൽക്കൈൽ പാർട്ട് R ഗ്രൂപ്പാണ്, മറ്റൊന്ന് ബെൻസീൻ റിംഗ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആൽക്കൈൽ ഓക്സിജൻ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫീനോൾ എന്നത് മെയിൻ പ്രൊഡക്റ്റായിട്ടും ആൽക്കൈൽ ഹാലൈഡ് എന്ന മറ്റൊരു പ്രൊഡക്റ്റും ഉണ്ടാവുന്നു. ആൽക്കൈൽ അരൈൽ ഹാലൈഡുകളുടെ കേസിൽ ആൽക്കൈൽ ഓക്സിജൻ ബോണ്ടാണ് ക്ലീവ് ചെയ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. സിമെട്രിക്കൽ ഈതേഴ്സിൻ്റെ കാര്യത്തിലുള്ള ക്ലീവേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അൺസിമെട്രിക്കൽ ഈതേഴ്സിൻ്റെ കാര്യത്തിൽ CO ബോണ്ട് എങ്ങനെയാണ് ക്ലീവ് ചെയ്യപ്പെടുന്നത്? എന്താണ് അൺസിമെട്രിക്കൽ ആൽക്കീൻസ്? എന്താണ് അൺസിമെട്രിക്കൽ ഈതേഴ്സ്? അൺസിമെട്രിക്കൽ ഈതേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജനോട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള R ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ് അല്ലേ. ROR' എന്നെടുക്കാം. ഇങ്ങനെ ROR' എന്ന ഈതർ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെയും ഓക്സിജൻ അതുപോലെ തന്നെ കാർബൺ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. CO ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താവും? R ഗ്രൂപ്പ് ഹൈഡ്രജൻ ഹാലൈഡിലെ
എക്സുമായിട്ട് ചേർന്ന് RX എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ R-OH എന്ന ആൽക്കഹോളും ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഈതേഴ്സിന് CO ബോണ്ട് ക്ലീവ് നടക്കുന്ന റിയാക്ഷൻസ് സാധ്യമാണ്. ഏറ്റവും നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നത് ഹൈഡ്രജൻ ഹാലൈഡുകൾ ഉപയോഗിക്കുമ്പോഴാണ് അല്ലേ? ഈ ഹൈഡ്രജൻ ഹാലൈഡുകളെ ഏത് ഹൈഡ്രജൻ ഹാലൈഡ് ഉപയോഗിക്കുമ്പോഴാണ് റിയാക്ഷൻ നന്നായിട്ട് നടക്കുക? The reactivity of hydrogen halide is as follows. HI is greater than HBr is greater than HCl. ഹൈഡ്രജൻ അയഡൈഡ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ക്ലീവേജ് ഈസി ആയിട്ട് നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എപ്പോഴും ഓർക്കണം. HI ഈസ് ഗ്രേറ്റർ ദാൻ HBr ഈസ് ഗ്രേറ്റർ ദാൻ HCl. ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് ഉപയോഗിച്ചുകൊണ്ടും ഹൈഡ്രജൻ ബ്രോമൈഡ് ഉപയോഗിച്ചുകൊണ്ടും ഈതേഴ്സിലുള്ള CO ബോണ്ട് ക്ലീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ക്ലീവേജ് നടക്കണമെങ്കിൽ ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് ആവശ്യമാണ്, അതായത് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും. അടുത്ത ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ CO ബോണ്ട് ക്ലീവേജിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ടേർഷ്യറി ഗ്രൂപ്പുള്ള ഈതറാണ്, ടേർട്ട് ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ. ഇങ്ങനെ ടേർഷ്യറി ഗ്രൂപ്പുള്ള ഒരു ഈതറിനെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൽക്കൈൽ ഹാലൈഡ് ഏത് തരമാണെന്ന് നോക്കൂ. ഇവിടെ നമുക്ക് കാണാം ടേർട്ട് ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ അയഡൈഡ്. ഇവിടെ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് വരുന്ന ഈ ആൽക്കൈൽ പാർട്ടാണ് CO ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ഇത് അയഡിനുമായിട്ട് ചേർന്ന് ടേർട്ട് ബ്യൂട്ടൈൽ അയഡൈഡ് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മീഥൈൽ ആൽക്കഹോൾ എന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈതർ ടേർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളവുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വരുന്ന ആൽക്കൈൽ ഹാലൈഡും ടേർഷ്യറി തന്നെയായിരിക്കും. ഇതിലും നമ്മൾ സൂചിപ്പിക്കുന്നത് CO ബോണ്ടിൻ്റെ ക്ലീവേജ് തന്നെയാണ്.